ഹായ് ഹലോ. അപ്പം ഞാൻ ആദ്യം തന്നെ പറയാൻ കേട്ടോ, അപ്പോൾ ഈ വീഡിയോയ്ക്ക് നല്ല ലെന്തുണ്ട്, 14 മിനിറ്റ് കൂടുതലുണ്ട്. അപ്പോൾ കാണുന്നവരൊക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണാൻ നോക്കണം കേട്ടോ. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഫുൾ വീഡിയോസ് നിങ്ങൾ കാണാൻ നോക്കണം, എന്നാലേ എനിക്ക് വാച്ച് അവേഴ്സൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു റിക്വസ്റ്റായിട്ട് നിങ്ങൾ എടുക്കണം കേട്ടോ. പിന്നെ പരമാവധി സപ്പോർട്ടും ചെയ്യണം കേട്ടോ, എല്ലാവരും വീഡിയോസൊക്കെ ഉണ്ട്. അപ്പം രാവിലെ തന്നെ ഞാൻ നമ്മുടെ മുല്ലപ്പൂ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഇന്നലെ ഞാൻ ഈ ഒരു കുട്ട നിറച്ചെടുത്തിട്ടുണ്ടായിരുന്നു, ഇന്നും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നാളത്തേക്ക് അധികം മുട്ടൊന്നുമില്ല. വൈകുന്നേരം ഞാൻ പറിച്ചെല്ലാം കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വൈകുന്നേരം നൈറ്റാണ് കേട്ടോ സമയം കിട്ടിയപ്പോഴാണ് ഡബ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് റംസാനൊക്കെ ഇല്ലേ, അപ്പോൾ റംസാനായിട്ട് ആഘോഷിക്കുന്നവർക്ക് എല്ലാവർക്കും എൻ്റെ റംസാൻ ആശംസകൾ നേരുന്നു. പിന്നെ ഇത് നമ്മുടെ പൂവ് ഞാൻ മൊത്തം വാരി ഇടുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഷോർട്ട് വീഡിയോസ് ഞാൻ ഇത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണാത്തവരൊക്കെ ഒന്ന് ചെന്ന് കാണണം കേട്ടോ. പിന്നെ എനിക്ക് നിങ്ങളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് വെച്ചാൽ നമ്മുടെ റംസാൻ ആഘോഷമൊന്നുമല്ല, നമ്മുടെ വീട്ടിൽ നോർമലായിട്ട് നമ്മൾ കുറച്ച് കറികൾ കൂട്ടി വയ്ക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ബാക്കി കറികളൊക്കെ 2-3 കറി ഞാൻ വെച്ചിട്ട് ബാക്കി അമ്മ വന്നിട്ട് വയ്ക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് പുട്ടും പയറും പപ്പടമാണ് കേട്ടോ ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. ചപ്പാത്തി ഉണ്ടാക്കാനാണ് അമ്മയും ചേട്ടനും പറഞ്ഞത്, പക്ഷെ എന്തോ എനിക്ക് പുട്ട് തിന്നാനാണ് തോന്നിയപ്പോൾ ഞാൻ പുട്ടുണ്ടാക്കി കേട്ടോ. പിന്നെ നമ്മുടെ ചായ, അതായത് ചായയുടെ പാലുണ്ടല്ലോ, അത് ഞാനൊന്ന് ഭരണിയിലോട്ട് മാറ്റി വെച്ചാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ ഭരണിയിലാണ് പാല് വാങ്ങിച്ചത്. തലേദിവസം നമ്മൾ വാങ്ങിച്ച പാല് ചായ ഇടാൻ മറന്നു കേട്ടോ. അപ്പോൾ അവിടെ തന്നെ ഇരുന്ന് അത് തൈരായിപ്പോയി. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ പാലുകാരൻ വന്നപ്പോഴാണ് പാത്രം എടുത്ത് നോക്കിയപ്പോൾ അതിൽ തൈര് ആയിരിക്കുന്നു. പിന്നെ ആ പാത്രം എടുത്തിട്ടില്ല, കാരണം നമ്മൾ ആ പാത്രത്തിൽ പാല് ഇരുന്ന് പിന്നെ വാങ്ങിക്കുന്ന പാലെല്ലാം അതുപോലെ പിരിന്നു പോകും. അതുകൊണ്ട് ഞാൻ ആ പാത്രം എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ പുട്ടിനുള്ള മാവ് തട്ടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് നമ്മൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഗോതമ്പ് മാവാണ്. അപ്പം അതൊന്നും എടുക്കുന്നുണ്ട്. ആദ്യത്തെ കവറ് കുറച്ച് മാവ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമുക്ക് 3-4 പേർക്കുള്ള പുട്ടിനുള്ള മാവ് വേണം. പക്ഷേ ഇത് 2 പേർക്കുള്ള പുട്ടേ ഞാനിന്ന് ഇപ്പോൾ ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ അച്ഛനമ്മയും വരുമ്പോൾ ചൂടായിട്ട് കഴിക്കാൻ വേണ്ടി പിന്നീട് ഉണ്ടാക്കും കേട്ടോ. അപ്പം ഞാൻ അങ്ങനെയൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം കുറച്ച് ഉപ്പ് ഇട്ടെടുക്കുന്നുണ്ട്, അത്യാവശ്യം ഉപ്പ് വേണം കേട്ടോ. എന്നിട്ട് ഈ പുട്ടിന് ഉപ്പില്ലായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ കഴിച്ചപ്പോൾ. പിന്നെ നമ്മുടെ പപ്പടവും പയറും ഉണ്ടായിരുന്നു. പിന്നെ അത് ഉച്ചമ്മയ്ക്ക് അന്ന് കൂട്ടി കഴിക്കുമ്പം കുഴപ്പമില്ല. പിന്നെ എല്ലാം നമ്മൾ പുട്ടിനോട് കഴിക്കുമ്പം, പുട്ട് മാത്രം കഴിക്കുമ്പം ഉപ്പ് കുറവായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഇവിടെ ചേട്ടൻ്റെ അമ്മയൊക്കെ വറുത്തിട്ടാണ് പുട്ടുണ്ടാക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ഗോതമ്പ് മാവ് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കും. ഞങ്ങളവിടെ ഒന്നും വറുക്കത്തില്ല, സാധാ നോർമലായിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കാറാണ് പതിവ്. അപ്പം അമ്മയൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ കട്ട പിടിക്കത്തില്ലെന്ന് അങ്ങനെ ചെയ്താൽ. പക്ഷെ നമുക്കിങ്ങനെ കുഴച്ചെടുക്കാൻ പറ്റും. ഇങ്ങനെ കുഴച്ചെടുത്താലും നമ്മുടെ പുട്ട് അതിന് ഒരു കുഴപ്പം വരത്തില്ല. അപ്പം ഞാനിങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. പണ്ട് തൊട്ടുള്ള ശീലങ്ങൾ നമുക്ക് പെട്ടെന്ന് മാറ്റാൻ പാടായിരിക്കും. അപ്പം ഞാൻ കുറേശ്ശെ ഓരോന്നായിട്ട് മാറ്റി വരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം നമ്മൾ മാവൊന്ന് കുഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഓവറായിട്ട് നമ്മൾ മുട്ടിനുള്ള മാവ് നനഞ്ഞ് പോകരുത്, ഒരു മീഡിയം സൈസിലിരിക്കണം. ഇതിനിടയ്ക്ക് അമ്മ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ വിളിയേട്ട സൗണ്ടൊക്കെ ഇതിൽ വരും കേട്ടോ. അപ്പം ഞാനത് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയില്ല, അതായത് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റിയില്ല. ചെറിയ സൗണ്ടല്ലേ, അതോടെ കിടന്നോട്ടെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നമ്മളെ പുട്ടിൻ്റെ മാവൊക്കെ ഒന്ന് നനച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് പുട്ടുണ്ടാക്കുക എന്നുള്ളത്. അപ്പം ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവരും കേരളത്തിലുള്ളതായിരിക്കും. അങ്ങോട്ടൊന്നും ഉള്ളവരൊന്നും ആരും കാണാറില്ല, കാരണം കേരളത്തിലുള്ളവർ തന്നെ പരമാവധി കുറച്ച് പേരാണ് കാണുന്നത്. അപ്പോൾ കാണുന്നവർക്കൊക്കെ എല്ലാവർക്കും പുട്ടുണ്ടാക്കാൻ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ കൈ മുറിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ വേറെ ഒന്നുമില്ല, തേങ്ങ ചുരണ്ടി എടുക്കാൻ വേണ്ടി നമ്മുടെ ചിരകം ഒന്ന് കഴുകി എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ പല്ല് കയറി കൊണ്ടതാണ് കേട്ടോ. സ്റ്റീലിൻ്റെതായതുകൊണ്ട് നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ട്. ഈ സ്റ്റീലിൻ്റെ ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ തുരുമ്പൊന്നും എടുക്കാതിരിക്കുന്നത് കേട്ടോ. തുരുമ്പെടുത്തതാണെങ്കിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വന്നേനെ. നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ടെന്ന്, ഇഷ്ടംപോലെ ബ്ലഡ് പോയായിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ കൈയൊക്കെ കഴുകിയിട്ടാണ് അതൊന്ന് കാണിച്ചത് കേട്ടോ. അപ്പം ഞാൻ പുട്ടൊക്കെ ഒന്ന് നമ്മുടെ പുട്ടും കുറ്റിയിലോട്ടും ഒന്ന് വാരി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയുന്നത് വെച്ചാൽ, ഇത് ലെന്ത് കൂടിയ വീഡിയോസാണ്, 14 മിനിറ്റ് കൂടുതലുണ്ട്. അപ്പം നിങ്ങൾക്കിതൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നിക്കും. ഇത്രയും ലെന്ത് ഇട്ടാൽ നിങ്ങൾക്ക് കാണാനൊക്കെ ഒരു ഡിസ്റ്റർബൻസ് ആയിരിക്കാം. പക്ഷെ നിങ്ങളിത് പരമാവധി ഒരു ടൈം പാസ്സായിട്ട് കണ്ടാൽ മാത്രം മതി കേട്ടോ. നമ്മൾ വീഡിയോസ് ഫുള്ളായിട്ട് കാണാൻ നോക്കണം. നമുക്ക് വാച്ചവേഴ്സ് വേണം, മസ്റ്റായിട്ട് യൂട്യൂബേഴ്സ് ഉള്ളവർക്ക് അറിയാൻ പറ്റും. വാച്ചവേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ വല്ല കാര്യമുള്ളെന്ന്. അപ്പോൾ സബ്സ്ക്രൈബേഴ്സും വാച്ചവേഴ്സും മസ്റ്റായിട്ടും വേണ്ട കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾ ഫുള്ളായിട്ട് വീഡിയോസൊക്കെ ഒന്ന് കാണണം കേട്ടോ.
ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മൂക്കൊക്കെ അടയുന്നുണ്ട് കേട്ടോ. അതൊന്നും എനിക്ക് വയ്യ. നമ്മൾക്കിപ്പോൾ ചൂടല്ലേ, ചൂട് കാലത്ത് ഈ തണുത്ത വെള്ളം കുടിക്കുമ്പം എനിക്ക് നോർമലി ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരും കേട്ടോ. രാത്രിയാകുമ്പോൾ തൊണ്ടടയും മൂക്കടയൊക്കെ ചെയ്യും. അപ്പം ഇങ്ങനത്തെ പ്രശ്നങ്ങൾ, അതായത് ഇസ്നോഫീലിയ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവർ മസ്റ്റായിട്ട് നിങ്ങളിതൊന്ന് ഒഴിവാക്കണം കേട്ടോ. പിന്നെ എനിക്കിതെല്ലാം ഉള്ളതുകൊണ്ടാണ് ഞാൻ എന്തറിയാന്നിട്ടും നമുക്ക് ആ ദാഹം, വെള്ളത്തിൻ്റെ ആ ഒരു ദാഹമൊക്കെ വരുമ്പം ചൂടും കൂടെ ഇല്ലേ, അപ്പം നമ്മളത് കുടിച്ചോ, എന്തുണ്ടെങ്കിലും നമ്മളത് കുടിച്ചോ. അപ്പം അതൊക്കെ ഒന്ന് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഇഗ്നോർ ചെയ്ത് കളയണം കേട്ടോ. പിന്നെ ഞാൻ നമ്മുടെ പയറുണ്ടല്ലോ, അത് കുക്കറിൽ 4-3 വിസിൽ കേട്ടതിന് ശേഷം ഞാൻ നമ്മൾ ആവി ഇവിടെ തന്നെ വെച്ചിട്ട് കേട്ടോ തണുക്കാൻ വേണ്ടി. ചില സമയത്ത് ഞാൻ ആവി എന്തെങ്കിലും നമ്മുടെ സ്പൂൺ കൊണ്ടൊന്ന് പൊക്കി നമ്മുടെ ഫീസിലിൻ്റെ പൊക്കി കൊടുക്കുന്ന സമയത്ത് ആവി അങ്ങ് പോകും, അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇന്ന് ഞാൻ മാവൊക്കെ കുഴയ്ക്കുന്നിടെ തിരക്കായതുകൊണ്ട് അത് ചെയ്യാൻ മറന്നു പോയി കേട്ടോ. അതുകൊണ്ട് നമ്മുടെ പയറിൽ ഇത്രയും വെള്ളം വരാനും ഓവറായിട്ട് വെന്ത് പോകാനും കാരണം കേട്ടോ. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറെ കുറച്ച് പണികളൊക്കെ ചെയ്യുന്നുണ്ട്. പപ്പടം പൊള്ളിക്കുന്നുണ്ട്. നമ്മുടെ പയറ് ഞാൻ അപ്പുറത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പപ്പടം എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ആ എണ്ണയിൽ തന്നെ കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ. അത് എടുത്തിട്ട് നമ്മുടെ പയർ അതിലിട്ടൊന്ന് ഇളക്കി എടുത്താൽ മതി. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യുന്നവർ കാണുമായിരിക്കും. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ പുട്ടൊക്കെ തിന്നുമ്പോൾ. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ അതൊന്നും എടുക്കുന്നുണ്ട്. അപ്പോൾ ആ വെള്ളം അനാവശ്യമായിട്ട് കിടക്കുന്ന വെള്ളമൊക്കെ എല്ലാം ഇടയ്ക്ക് എൻ്റെ മൂക്ക് നന്നായിട്ട് അടഞ്ഞു വരുന്നുണ്ട്, സൗണ്ട് വേറെ ഒരു ഞാൻ അടിപ്പിടിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ നേരത്തെ കുറച്ച് മുമ്പ് പാല് കട്ടിയിട്ട് പാത്രം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം എനിക്കും ചേട്ടനും കുടിക്കാനുള്ള ചായക്കുള്ള, പിന്നെ നമ്മുടെ കോഫിക്ക് എടുക്കാനാണ്. പിന്നെ നമ്മുടെ താമര കോഫിക്കുള്ള എടുത്തിട്ടുണ്ട്. കോഫി കുടിക്കുമ്പോൾ താമരയാണ്. പിന്നെ പുതിയത് റെഡ് കളറാണ് കേട്ടോ. അത് ഇതുവരെയ്ക്ക് ഇവിടെ പൂക്കാത്തതാണ്. ഇനി ഒരു കളറും കൂടെ പൂക്കാൻ നമ്മുടെ വൈറ്റ് കേട്ടോ. ലിമിറ്റ് ഒന്നുമില്ല, അങ്ങനെ കൊത്തോണ്ടേ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മുല്ലപ്പൂവിൻ്റെ മുട്ടൊക്കെ തീരാറായി കേട്ടോ. അപ്പോൾ ഞാൻ അരിച്ച് കളയത്തില്ല, കാരണം പിന്നെ നമ്മൾ തോരൻ വെക്കാനുള്ള അത് വെക്കാനുള്ള അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ അവിയലും വെക്കണം. പിന്നെ രണ്ടോത് കറി ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് രസമൊന്നും അടിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ അന്ന് വെച്ച്. എനിക്ക് ഇട്ട സമയത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ രസത്തിൻ്റെ വീഡിയോസൊക്കെ ഇതായിട്ട് കാണുന്നവരുണ്ട്. എൻ്റെ രസത്തിൻ്റെ വീഡിയോസും അവിയലിൻ്റെ വീഡിയോസൊക്കെ നീട്ടുന്നുണ്ട്. അതൊക്കെ ഒന്ന് കയറി കാണണം. പാലധികം ഇല്ലാതെ വെള്ളം കൂടുതൽ ചേർത്തോട് പുതിയതായിട്ട് കാണുന്നവരൊക്കെ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കാണാൻ കേട്ടോ. ഇതിൽ കുറേ വീഡിയോസ് ഉണ്ട്. ഏകദേശം 75-72 വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലായിടത്തും കാണാനല്ല പറയുന്നത്, നിങ്ങൾ ഒന്ന് കണ്ടു നോക്കില്ല. അപ്പം ഞാൻ ഇന്ന് കാണാൻ തോന്നുന്നുണ്ടെങ്കിൽ തന്നെ കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതിവിടെ വെച്ചിട്ട് നമ്മുടെ അവിയലിനുള്ള സാധനങ്ങൾ അരിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് അടുപ്പിലാക്കിയിട്ട് തോരൻ അരിയാന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തോരൻ അരിയുന്ന സമയത്ത് നമ്മുടെ അവിയലൊന്ന് ഇതായിപ്പോയി കേട്ടോ. അപ്പം അവിയലൊന്ന് വറ്റിപ്പോയി എന്ന് വെച്ചാൽ ആ വെള്ളം കുറച്ച് ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ചെറുതായിട്ട് അടി പിടിച്ച്, പക്ഷെ അതിൻ്റെ സ്മെല്ലോ എന്ന് വെച്ചാൽ അടി പിടിച്ചതിൻ്റെ സ്മെല്ലോ ഒന്നും തന്നെ വന്നിട്ടില്ലായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് തന്നെ അങ്ങനെ അടി പിടിക്കുന്ന സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ അത് ആ പാത്രം എടുത്ത് വെച്ചിട്ട് കുറച്ച് വെള്ളം വെച്ചിരുന്നാൽ മതി. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് ആ വെള്ളം അങ്ങ് എടുത്ത് കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ആ ഒരു സ്മെല്ല് അതെല്ലാം അങ്ങ് പോകും കേട്ടോ. നമ്മൾ കുറച്ച് ഉരുളക്കിഴങ്ങാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത്. പിന്നെ കുറച്ച് വെള്ളരിക്ക എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചേമ്പും കിഴങ്ങാണ് കേട്ടോ. ഇപ്പോൾ ഇത് നല്ല കട്ടിയായിരുന്നു. അതൊന്നും ഞാൻ കൈ കൊണ്ടൊന്നും വെള്ളം പ്രയോഗിച്ചൊക്കെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പം
ഇവിടെ ഉത്സവമായതുകൊണ്ട് ഇവിടെ വിഷുവൊക്കെ ആവാറായതുകൊണ്ട് സദ്യയൊക്കെ ഉണ്ടായും കേട്ടോ. അപ്പോൾ അതിനപ്പോൾ വാച്ച് വെച്ചിരുന്നതാണ്, ഞാൻ അറിഞ്ഞില്ല. അമ്മ വന്നപ്പോഴേ പറഞ്ഞത് മക്കളെ അത് ആ സമയത്ത് എടുക്കാൻ വെച്ചിരുന്നതാണ്. ഞാൻ വലിയ കാര്യത്തിന് നമ്മുടെ അവിയലിന് വയ്ക്കാൻ വേണ്ടി അതെല്ലാം എടുത്ത് മുറിച്ച് കേട്ടോ. അപ്പം ഇതൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ അവിയലൊക്കെ വയ്ക്കാൻ എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് വയ്ക്കുന്ന വീഡിയോസൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഇതിന് മുമ്പ് ഞാൻ അവിയൽ വയ്ക്കുന്ന വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണുന്നവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. നമ്മുടെ സ്കൂളിലൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഹോസ്റ്റലിലൊക്കെ നിൽക്കണവരൊക്കെ ഫുഡ് ഉണ്ടാക്കാനൊക്കെ ട്രൈ ചെയ്യുന്ന സമയത്തൊക്കെ ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ കാണാൻ പറ്റുന്നതാണ് കേട്ടോ. നമ്മുടെ ഇൻഡക്ഷൻ കുക്കറിലൊക്കെ വയ്ക്കുന്ന ഇതാണ് കേട്ടോ. അപ്പോൾ ഈ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നവരൊക്കെ ഇൻഡക്ഷൻ കുക്കറായിരിക്കും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ ജസ്റ്റ് ഒന്ന് കയറി കാണണം കേട്ടോ. പിന്നെ ഇത് നമ്മുടെ വെള്ള കളർ വഴുതനങ്ങയാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയായുണ്ട്. ഞാൻ നമ്മുടെ അവിയലിനിടാന്ന് പറഞ്ഞിട്ട് എടുത്താണ് കേട്ടോ. നോർമലി ഞങ്ങളവിടെ ഉള്ളവരൊന്നും കത്തിരിക്ക ഇടത്തില്ല, ബാക്കിയുള്ളവരിടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞങ്ങൾ ഇടത്തില്ല കേട്ടോ. ഇവിടെ എന്തായാലും അമ്മയ്ക്ക് ചേർക്കും, പക്ഷെ ഞങ്ങളവിടെ കത്തിരിക്ക, തക്കാളി അങ്ങനെയുള്ളതും ചേർക്കത്തില്ല. ഇവിടെ പക്ഷെ അതൊക്കെ ചേർക്കും കേട്ടോ. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലല്ലേ കുക്കിങ്. ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയുള്ളതൊന്നും വെക്കത്തില്ല. അപ്പം ഞാനത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ കത്തിരിക്കയുടെ ഫ്രണ്ടിലത്തെ സ്കിന്ന് കുറച്ച് എന്ന് വെച്ചാൽ നമ്മുടെ നല്ല സോഫ്റ്റും കുറച്ച് ഇതൊക്കെ ആയതുകൊണ്ട് ഒരുമാതിരി എന്തോ ഒരു രീതിയിൽ വെൽബറ്റോ എന്തോ ഒരു രീതിയിലിരിക്കും. വെൽബറ്റല്ല, നമ്മളെ ഈ ഒരു രീതി ഉണ്ടല്ലോ, ആ രീതിയിലിരിക്കുകയാണ്. നമ്മൾ ഇങ്ങനെ വെച്ച് മുറിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ സ്ലിപ്പായി നമ്മുടെ കയ്യിൽ വന്ന് നമ്മുടെ കൈയൊക്കെ മുറിഞ്ഞേക്കുക. അങ്ങനെ ചെയ്യുന്ന സമയം കൂടെ നമ്മളൊന്ന് അതിൻ്റെ അതിൻ്റെ സീഡിരിക്കുന്ന വശം വെച്ച് അരിഞ്ഞാൽ നമുക്ക് ഒരു കുഴപ്പം വരില്ല, പെട്ടെന്ന് അരിഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മുടെ പടവലങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ കായ എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ അമരക്ക. ഇത് ഇത്രയാണ് കേട്ടോ ഞാൻ മെയിനായിട്ട് എടുക്കുന്നത്. നമ്മുടെ അവിയലിന് ഇത് ഇത്രയും മതി. എല്ലാ പച്ചക്കറി ഇട്ട് ഉണ്ടാക്കാം, പക്ഷേ ഇനി നല്ലതാണ്. പക്ഷേ ഇനി ഇത്ര പച്ചക്കറി ചേർക്കത്തുള്ളൂ നോർമലായിട്ടും നമ്മുടെ ഇത് വെക്കണ സമയത്ത്. പിന്നെ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിനിടയ്ക്ക് വീഡിയോസൊക്കെ നല്ല എന്താവും, കാരണം ഞാൻ ഇടയ്ക്ക് നമ്മുടെ ഈ അരിപ്പെട്ടി ഇത് ഞങ്ങളുടെ അരിപ്പെട്ടി ഇട്ട് വയ്ക്കുന്ന സ്റ്റീൽ പാത്രമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മണ്ടയിലാണ് കേട്ടോ ഞാൻ ഫോൺ വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ ഫോണിലെ ക്യാമറ ഓഫ് ചെയ്യാൻ മറന്നു കേട്ടോ. അതാണ് ഇത്രയും ലെന്ത് കൂടാൻ കാരണം. ഇടയ്ക്ക് കട്ടൊക്കെ ചെയ്യുമ്പോൾ കുറേ സമയം എടുക്കാതാണ് കേട്ടോ ഞാൻ വീഡിയോസൊന്നും എഡിറ്റ് ചെയ്യാതെ ഇങ്ങനെ തന്നെ ഇട്ടേക്കുന്നത്. ലോങ് കിടക്കണമെങ്കിൽ കിടക്കട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ കൊച്ചു പിള്ളേരൊക്കെ, അതായത് കൊച്ചു പിള്ളേരെന്ന് വെച്ചാൽ നമ്മുടെ 18 വയസ്സൊക്കെ ആയ പിള്ളേരൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതൊന്നും അവർക്ക് കട്ട് ചെയ്യാൻ പോലും അറിയത്തില്ലായിരിക്കും. അതൊക്കെ അവർ കണ്ടുപിടിക്കട്ടെ അല്ലേ. അപ്പോൾ അത് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് വെള്ളം, അത് നമ്മുടെ ഇതുണ്ടല്ലോ, നമ്മുടെ ക്യാരറ്റ് അരിഞ്ഞേണ്ട സ്കിന്നതിൽ കിടപ്പുണ്ട്, തൊലി അതിൽ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതെടുത്ത്, അപ്പോൾ നമ്മുടെ ഈ വാഷ് ബേസിൻ്റെ അകത്ത് വെള്ളം നിറഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് നമ്മുടെ തോരന് റെഡിയാക്കിയിട്ടുണ്ട്, അതൊന്ന് വേവാൻ വെച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ വെള്ളം ഒഴിച്ച് വെച്ചേക്കാനായിട്ട് നമ്മൾ അടി പിടിച്ചു പോയി. ഞാനവിടെ വെളിയിലിരുന്ന് അരിഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് അമ്മ വന്നാണ് ഇത് ഓഫ് ചെയ്ത് കേട്ടോ. പക്ഷേ അതിൻ്റെ സ്മെല്ലൊക്കെ അരിഞ്ഞ സ്മെല്ലോ അങ്ങനെയുള്ള ഒന്നും വന്നില്ല. നമ്മൾ വെള്ളം ഒഴിച്ച് മൊത്തം അതങ്ങ് കളഞ്ഞു കേട്ടോ. പിന്നെ കുറച്ച് തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്യാരറ്റ് തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിയൽ വെച്ചത് വളരെ മോശമായിരുന്നു കേട്ടോ, പക്ഷെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ ചോദിച്ചു ഇത് ഏത് സാധനം എന്ന് ചോദിച്ചതിൻ്റെ പേരെന്തോന്നൊക്കെ ചോദിച്ചാൽ അവിയലാണെന്ന് പറഞ്ഞു കൊടുത്തിട്ട്, ഇതാണ് അവിയൽ ഇങ്ങനെയാണ് വെക്കേണ്ടതെന്നൊക്കെ ചോദിച്ചാൽ ആദ്യം വെച്ചത് ഇത് രണ്ടാമത് കുറച്ച് അടി പിടിച്ചില്ലേ. അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലൊന്നും ഇല്ലായിരുന്നു, ആ ഒരു കളർ വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചോദിച്ചു കുറച്ച് ഉപ്പും കൂടി ഇടായിരുന്നെന്ന് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഏതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മുല്ലപ്പൂ ഞാൻ കെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എല്ലാ ജോലിയും നിന്നിട്ടാണ് കേട്ടോ ഞാൻ കെട്ടുന്നത്. ഈ വീഡിയോസ് എടുക്കുന്നത് നമ്മുടെ ജനലിൻ്റെ ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ, ക്യാമറ വെച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. ഭയങ്കര നമ്മൾ ഒറ്റയ്ക്ക് എടുക്കുമ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നവർക്ക് മാത്രമേ അറിയാൻ പറ്റൂ അതിൻ്റെ ചെറിയ പ്രശ്നങ്ങളും പോരായ്മകളും കാണും. അപ്പം ഇങ്ങനെയുള്ള പോരായ്മകളൊക്കെ ഉണ്ടായിട്ടും എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് നന്ദിയുണ്ട്. ഇപ്പോൾ തന്നെ എൻ്റെ വീഡിയോസ് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇതിൽ തന്നെ യൂട്യൂബേഴ്സായിട്ടുള്ള കുറേ പേര് എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ അവർ എന്നെ നല്ല കമൻറ്റ് ഇടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള നമ്മളെപ്പോലുള്ള കൊച്ചു വീഡിയോസ് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പം പൂവൊക്കെ കെട്ടാൻ എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ. ഞാനിങ്ങനെ ഓരോ സ്റ്റൈലിൽ പൂ കെട്ടാനുള്ള നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നും ഒരു സ്റ്റൈൽ പഠിച്ചിട്ടുണ്ട്. നമ്മൾ തമിഴ്നാട്ടിലെ വീഡിയോസൊക്കെ കണ്ട് പഠിച്ചിട്ട്